വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ ടെക് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചെറിയൊരു വ്ളോഗുമായിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കോളേജിന് വേണ്ടി ഒരു 30 ഫുട്ട് ട്രീ, 30 ഫുട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 3 നിലയോളം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ട്രീ എങ്ങനെ ചെയ്തെന്നും അതിൻ്റെ ഡിസൈൻസ്, ഇലക്ട്രോണിക്സ്, മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് അങ്ങനെ ഒരു ട്രീ ഉണ്ടാക്കി, നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ എങ്ങനെയാണ് ആ ട്രീ ഉണ്ടാക്കിയെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി ടെക്ടിക്സുമായിട്ടുള്ള ഒരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആവശ്യമുള്ള സംഭവം തന്നെയാണ് ഒരു സ്ട്രക്ചർ. ആ സ്ട്രക്ചറിനായിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 30 ഫുട്ട് ടോൾ ആയിട്ടുള്ള ഒരു സ്റ്റീൽ ബാർ നമ്മൾ ഇതേപോലെ വെൽഡ് ചെയ്തെടുത്തു. ആ വെൽഡ് ചെയ്ത ശേഷം അതിൻ്റെ മേലെ ഞാൻ ചെറിയൊരു കപ്ലർ കൊടുത്തു. ആ കപ്ലറിൻ്റെ മേലെ ഞാൻ കുറച്ച് അധികം ഹോൾസ് കൊടുത്തു. ഈ ഹോൾസ് എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ നൈലോൺ സ്ട്രിങ്സ് കൊടുക്കാനായിട്ടാണ്. വിത്ത് അതിൻ്റെ മേലെ ഞാൻ ഇരുമ്പുകൊണ്ട് ഒരു സ്റ്റാറും കൂടി ഉണ്ടാക്കി അതിൻ്റെ മേലെ വെൽഡ് ചെയ്തു. ഈ പോളിൻ്റെ പെയിൻ്റ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്തതായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം അപ്രൈറ്റ് ആയിട്ട് വെക്കണം. അപ്പോൾ അപ്രൈറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കെയർ ടേക്കേഴ്സിനെ വിളിച്ച ശേഷം നമ്മൾ ഇതേപോലെ കുഴി കുഴിച്ചു. ഏകദേശം 3 ഫീറ്റോളാണ് നമ്മൾ കുഴി കുഴിച്ച്. അതിനുശേഷം ഈ സാധനം അതിൻ്റെ അകത്ത് വെച്ച ശേഷം കല്ലും മണലും എല്ലാം ഇട്ട് നമ്മൾ ടൈറ്റ്ലി പാക്ഡ് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഗൈസ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും മണ്ണ് ചെറിയ രീതിയിൽ ഒരു ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ സപ്പോർട്ട് നൽകാനായിട്ട് നമ്മൾ പഴയ സ്റ്റീൽ ബാസ് എടുത്ത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഗ്രൗണ്ടിലേക്ക് അടിച്ച് കയറ്റിയ ശേഷം നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും. കാരണം എത്ര മഴ വന്നാലും എത്ര കാറ്റ് വന്നാലും ഈ ഒരു സാധനത്തിന് ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. അതിനുശേഷം ഗൈസ്, ഇതിനെ ഏറ്റവും വലിയ ഹെർക്കുലിയൻ ടാസ്ക് തന്നെയാണ് ഇതിൻ്റെ മേലെ കയറുക. ഏകദേശം 30 ഫുട്ടോളം ഹൈറ്റുള്ള ട്രീ അല്ലേ. അപ്പോൾ അതിൻ്റെ മേലെ എങ്ങനെ കയറുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ ഒരു ലാഡർ കണ്ടത്. ഏകദേശം ഒരു 60 ഫീറ്റോളം പോണ ഒരു ലാഡറാണ്. അത് എങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ഇതേപോലെ കൊടുന്ന ശേഷം നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. ഏകദേശം ട്രീൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചത്. അതിനുശേഷം ഗൈസ്, ഞങ്ങൾ മെഷർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഏകദേശം 8 ഫീറ്റോളം റേഡിയസിലാണ് ഈ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് എല്ലാ സ്ട്രിങ്സും ഈക്വൽ ഡിസ്റ്റൻസിൽ ഇതേപോലെ ഹുക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും നല്ല രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അതിനുശേഷം LED ഞാൻ ലേ ചെയ്യാൻ തുടങ്ങി. LED ഞാൻ മേലെ കയറി. നല്ല പേടി ഉണ്ടായിരുന്നു ഗൈസ്, ഒരു സേഫ്റ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാനത് മാനേജ് ചെയ്ത് ഈ LED കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ലേ ചെയ്ത് വെച്ചു. ഒരു സെമി സ്പൈറൽ എന്നുള്ള രീതിയിലാണ് നമ്മുടെ റോപ്പ് ലൈറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ചോണേ. അങ്ങനെ വൈകുന്നേരമായി ഗൈസ്, രാവും പകലും ഇല്ലാതെ ഇതേപോലെ കഷ്ടപ്പെട്ട് ഞാൻ വിചാരിച്ചില്ല ഇത്രയും ടൈം എടുക്കുന്നു. പക്ഷേ നല്ല രീതിയിൽ ടൈം എടുത്തു. ഇതാണ് ഒരു ടോപ്പ് വ്യൂ, നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ടത്. ഏകദേശം 400 സിപ്പ് ടൈസ് ആണ് ഞാൻ എൻ്റെ മേലെ കെട്ടി വെച്ചിട്ടുള്ളത്. അത്രയും ടൈം എടുത്തു. പിന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമല്ലോ. അങ്ങനെ എല്ലാ LEDസും മാല ബൾബും അതേപോലെ റോപ്പ് ലൈറ്റും ഒക്കെ കൊടുത്ത ശേഷം ടെസ്റ്റ് റൺ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർ ഒന്ന് ഓൺ ചെയ്ത് നോക്കി. അപ്പോൾ കോയിൻസിഡൻസ് ആയിട്ട് അതിൻ്റെ അകത്തൊരു മൂൺ ഉണ്ടായിരുന്നു. നമ്മൾ കറക്റ്റ് ആംഗിളിൽ ഫോട്ടോ എടുത്തപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടി. അങ്ങനെ രാവിലെ ഗൈസ്, രാവിലെ ഈ എല്ലാ പാറ്റേൺസ് നമ്മൾ ഒന്നുകൂടിയും റീചെക്ക് ചെയ്തു. പാറ്റേൺ കറക്റ്റ് ആണോ കാര്യങ്ങളൊക്കെ. കാരണം ഈ ഒരു പാറ്റേണിലാണ് ഈ ട്രീൻ്റെ ഒരു ഭംഗി തന്നെ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സെക്ഷൻ തന്നെയാണ്. നമ്മൾ എല്ലാ വയസ്സും സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സിലിക്കോൺ ഗ്ലൂ വെച്ച് നമ്മൾ വാട്ടർ സീലാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എല്ലാ വയേഴ്സും അതിന് ജോയിൻ ചെയ്ത് നമ്മൾ നേരെ കൺട്രോൾ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും നമ്മൾ അഡ്രീനോയും പിന്നെ 8 ചാനൽ റിലേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഡിസൈർ ആയിട്ടുള്ള കോഡാണ് നമുക്ക് അല്ല ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ ഗൈസ്, ഇതാ നമ്മൾ ഈ സംഭവം സ്വിച്ച് ഓൺ ആയിട്ടുണ്ട്. നല്ല രീതിയിലാണ് നമ്മുടെ ടെസ്റ്റ് കോഡ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഡിസൈർ ആയിട്ടുള്ള കോഡുകളാണ് നമുക്ക് ഇനി ഇതിൽ കൊടുക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഗൈസ്, നമുക്ക് ഇതിനൊരു ഫിനിഷിംഗ് ടച്ച് കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് കാപ്പറ്റ്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ അകത്തുള്ള വയറും അങ്ങനെ കൺട്രോൾ ബോക്സ് കാര്യങ്ങളൊക്കെ ഹിഡൻ ആയിട്ട് കിടക്കാനായിട്ടാണ് ഈ സംഭവം ചെയ്തത്. ഗൈസ്, ഈ ട്രീ മാത്രം പോരല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് അവിടെയുള്ള പ്ലെയിൻ കാര്യങ്ങളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഡെക്കറേഷൻ്റെ കുറച്ച് ക്ലിപ്സ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ഹാർഡ്വുഡ് ഫ്ലൈറ്റ് തന്നെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ഡെക്കറേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ അതിന് മേലുള്ള പ്രൊപ്പലറാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അതൊരു ആനിമേറ്റിംഗ് എഫക്റ്റ് കൊടുത്തുകൂടാ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു ഫ്രെയിം കൊടുത്തു. ആ ഫ്രെയിമിൻ്റെ മേലെ ഇതേപോലെ നിയോൺ സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഐസ് ബ്ലൂ കളറാണ്. പ്രൊപ്പലർ ഐസ് ബ്ലൂ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളറിനെ ചൂസ് ചെയ്യാനുള്ള കാരണം. അതിനുശേഷം ഇതേപോലെ ചേസറും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് റൊട്ടേറ്റിംഗ് ആനിമേഷൻ എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇതിന് മുമ്പായി നമുക്ക് ഈ ഒരു പ്രൊപ്പലറിൻ്റെ മേലെ നിയോൺ സ്ട്രിപ്സ് ആഡ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സ്ട്രാ സ്ട്രിപ്സ് നമ്മൾ എടുത്ത് സോൾഡർ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ സോൾഡർ ചെയ്ത ഭാഗം ഞാൻ ഇതിൻ്റെ മേലെ ഫിറ്റ് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഫ്രെയിം ഫിറ്റ് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും നല്ല രീതിയിലുള്ള ആനിമേഷനാണ്. ഡേ ലൈറ്റിലാണ് കാണാത്തത്. നമുക്കത് ബി റോളിൽ ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം PVC പൈപ്പ് യൂസ് ചെയ്ത് നമ്മൾ ഇതേപോലെ ആർച്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്.
അതുകൊണ്ടൊപ്പം തന്നെ നമ്മുടെ ക്രിസ്മസ് പാപ്പയെ ഇതുപോലെ കൊടുന്നിട്ടുണ്ട്. ഈ പാപ്പേനെ കൊടുത്തിട്ട് നേരെ ഫ്ലൈറ്റിൻ്റെ വിങ്സിൻ്റെ മേലെ വെക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ. ഇപ്പോൾ ഇനി ഇതിൻ്റെ ബി റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നേരെ ബി റൂൾസിലേക്ക് പോവാം. ഇതിന്റെ റീ റോൾസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. എനിക്കറിയാം നല്ല ക്യൂട്ടായിട്ടാണ് ഇതിന്റെ ഔട്ട്പുട്ട് വന്നിട്ടുള്ളതെന്ന്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു സംഭവമായിരിക്കും വരികയെന്ന്. പക്ഷെ ഇതിന്റെ ഔട്ട്പുട്ട് വന്നപ്പോൾ ഗൈസ് സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ആ ഒരു ഏരിയയിൽ കിടക്കുമ്പോൾ കിട്ടുന്നത്. ആ എയറോപ്ലെയിൻ ആയാലും അതേപോലെ നമ്മുടെ ആ ട്രീ ആയാലും അതിന് കയറുന്ന ആർച്ചസ് ആയാലും ഏകദേശം ഒരു നല്ല സ്റ്റണ്ണിങ് വ്യൂ ആയിട്ടുള്ള സാധനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ വ്ളോഗും ടെക്കും ടിപ്സും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും പീസ്.